ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും രാവിലത്തെ വിശേഷങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് കുറച്ച് വൈകുന്നേര വിശേഷങ്ങളാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വിനുക്കുട്ടൻ സ്കൂളിൽ നിന്ന് വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ. പാവ അത് വന്നിട്ട് അതിന് നല്ല വിശപ്പുണ്ട്. രാവിലെ പോയതാണ്, ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് അത്രയും ഊണ് കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവനൊരു ആനേനെ തിന്നാനുള്ള വിശപ്പ് കൊണ്ടിട്ടാണ് കേട്ടോ പാവം വന്ന് അപ്പാടും ഭക്ഷണം വേണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു കുളിച്ച് വരാതെ ഒരു ഭക്ഷണവും തരില്ല എന്ന്. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പാവം ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ കുറേ നേരം അവൻ്റെ കൂടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വന്ന ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ട് അടുത്ത ദിവസത്തേക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനുവിന് ചോറ് രാവിലെ 7:30 ആകുമ്പോഴേക്ക് കൊടുത്തു വിടാൻ പറ്റില്ല. അപ്പം അവൻ എന്തായാലും ഭക്ഷണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആണെങ്കിലേ അങ്ങനെ കൊടുത്തു വിടാം, വൈകുന്നേരം വന്നിട്ട് ചോറ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അടുത്ത ദിവസത്തേക്കാണ്. പിന്നെ തേങ്ങ പറിക്കാൻ ആൾ വരും, അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ അരി അരച്ച് വെക്കുന്നത്. പിന്നെ രാത്രിക്ക് ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് കലക്കി വെക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് അതുവരെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ആ സമയത്തുണ്ട് വിനുക്കുട്ടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിനുക്കുട്ടൻ ഞാൻ പാത്രം കഴുകുന്നതുകൊണ്ടാണ് കേട്ടോ അവൻ്റെ പ്ലേറ്റ് അവിടെ വെച്ചത്, അല്ലെങ്കിൽ അവൻ്റെ പ്ലേറ്റ് അവൻ കഴുകി വെക്കുവേ. പിന്നെ ഞാനതെടുത്ത് അതൊക്കെ കഴുകി വെച്ചു, പ്ലേറ്റൊക്കെ അങ്ങനെ കഴുകി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൻ സൈക്കിൾ ഓടിക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചക്ക അവൻ വരുന്നതിന് മുമ്പേ ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചക്കയും ദോശ ഉണ്ടാക്കുക, ചക്കപ്പുഴുക്കും ദോശ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത്, ആദ്യം തീരുമാനിച്ചതാണ്. പിന്നെ എന്ത് ചെയ്തു, ആ ചക്കയൊക്കെ അടുപ്പത്തേക്ക് വെച്ചു. അതിനുശേഷം പിന്നെ ഉള്ളിയൊക്കെ ആ ചക്കയ്ക്ക് ആവശ്യമുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചമ്മന്തി അരയ്ക്കണം. ഇനി രാത്രി വിനുക്കുട്ടൻ ഇനി ഭക്ഷണം കഴിക്കില്ല, വൈകുന്നേരം കഴിച്ചതുകൊണ്ടെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ ദോശയ്ക്ക് ഈ ചമ്മന്തി കൊടുക്കുക, അവൻ ചക്ക കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിനുക്കുട്ടൻ അതാ സൈക്കിൾ ഓടിക്കുന്നത്. അപ്പോഴൊന്നും മഴേൻ്റെ ഒരു ഇതും ഇല്ല കേട്ടോ, മഴയൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമായി ചക്ക കേട്ടോ. പക്ഷേ ഈ ഒരു ചക്ക ഒരു സുഖമില്ല കേട്ടോ, വറക്കാൻ നല്ലതാണ്, ചക്ക വറക്കാൻ നല്ലതാണ്. പക്ഷേ ചക്ക പുഴുക്ക് വെച്ചിട്ട് ഒരു സ്വാദില്ല. പിന്നെ പഴുത്ത പഴഞ്ചക്കയാണ്, ഒരു ടേസ്റ്റ് കുറവാണ് ചക്കയ്ക്ക് പൊതുവെ, എന്താണെന്ന് അറിയില്ല. എങ്കിലും ചക്കയാണല്ലോ, അപ്പോൾ വിഷമൊന്നും ഇല്ലല്ലോ, വിഷമൊന്നും ഇടാത്തൊരു ഭക്ഷണമല്ലേ, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഇല്ല പറഞ്ഞിട്ട് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചക്ക വെക്കുന്നത്. അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചതച്ചിട്ടു കേട്ടോ. തേങ്ങയും പച്ചമുളകും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു. അങ്ങനെ ആ ചക്ക അവിടെ റെഡിയായി. അത് കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഉള്ളൂ കേട്ടോ, വറവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലോണം അതാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതവിടെ റെഡിയാക്കി. അപ്പോഴേക്ക് ഇതാ കണ്ടില്ലേ, മഴ തുടങ്ങി കേട്ടോ. അപ്പോഴേക്ക് മഴ പാറി പെയ്യാണ്. ഞങ്ങളെ പറമ്പൊക്കെ നോക്കും, പുല്ല് വന്നിട്ട് എന്ത് വൃത്തികേടായി എന്ന്. കാരണം മഴ പെയ്യുമ്പോഴേക്ക് ഭയങ്കര പുല്ല് വരും കേട്ടോ. അപ്പോൾ അധികം സമയമൊന്നും ആയില്ല, പക്ഷെ ഒരു ഇരുട് പോലെ. ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അകങ്കൊലിയൊക്കെ അടിച്ചു വരുന്നത്. ഉച്ചയ്ക്കൊക്കെ അടിച്ചു വാരി തുടച്ചതാണെങ്കിലും നമുക്ക് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് ഒക്കെ ഒന്ന് അടിച്ചു വാരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, കോലയും ഹാളും മാത്രം, ബാക്കി എല്ലാ റൂമുകളൊന്നും അടിച്ചു വാരുന്നില്ലേ. ഈ കോലയും ഹാളും അടുക്കളയും മാത്രം ഒന്ന് അടിച്ചു വാരിയിടും വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ്, അതൊരു ശീലമാണ്. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോഹനേട്ടൻ വന്നിട്ട്, കാരണം ഇപ്പം എത്ര സമയം, ഒരു 5:30-5:45 ഉള്ളൂ. പുറത്ത് വെളിച്ചുണ്ട്, പക്ഷെ നമ്മൾ ഉമ്മറം കണ്ടില്ലേ, ഇരുട് പിടിച്ചിട്ട്. മോഹനേട്ടൻ മഴയത്താണ് കേട്ടോ വന്നത്. പിന്നെ മോഹനേട്ടൻ ഇവിടെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ടേ കുറേ ബേക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്, ബിസ്ക്കറ്റും അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുമ്പോഴേക്കും ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ, മോഹനേട്ടനുള്ള ചായക്ക്. കാരണം തണുത്തിട്ടല്ലേ വരുന്നത്, മഴ കൊണ്ടിട്ടല്ലേ വരുന്നത്, അപ്പോൾ ചൂടോടെ കുറച്ച് ചായ കൊടുക്കുമ്പോൾ അതൊരു സുഖമാണല്ലോ. അപ്പോഴേക്ക് മോനേട്ടൻ കൊണ്ടുവന്ന ലഡു വിനുക്കുട്ടൻ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ട്, പിന്നെ അത് കൊണ്ടിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അപ്പോൾ ചായപ്പൊടി ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു ചായ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ചായ ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ ചായ കാറ്റി മോഹനേട്ടന് കൊടുക്കണം. കാരണം തണുത്ത് വന്നതല്ലേ, മഴ ഉണ്ടായിരുന്നല്ലോ, അത്യാവശ്യം മഴ നനഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ പിന്നെ ഞാനും ഒരു ലഡു എടുത്ത് കഴിച്ചിട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലഡു കഴിക്കുന്നത്. കണ്ടില്ലേ, മോനേട്ടൻ വന്ന് കയറി ചായ കുടിക്കുന്ന സമയം കൊണ്ട് എന്താ മഴ എന്ന് റെക്കോർഡാ മഴയായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇടി മിന്നലും കാറ്റുമില്ല. മഴ അസാധ്യമായിട്ടുള്ള മഴ കേട്ടോ. ഞങ്ങളാ മുന്നിൽ കൂടിയൊക്കെ ഇങ്ങനെ കുത്തി ഒലിക്കുക വെള്ളം. അപ്പോൾ മിനിക്കൂട്ടൻ എന്ത് ചെയ്തു, ആ ലഡുവൊക്കെ കഴിച്ചു. അവൻ അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി കേട്ടോ. അവന് എഴുതാനും പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവനവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആ സമയം കൊണ്ട് കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്ന് വിളക്കൊക്കെ കൊളുത്തിയിട്ടോ, വിളക്ക് കത്തിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ മാല ജപിച്ചു കേട്ടോ. കുറച്ച് നേരം, വളരെ കുറച്ച് നേരം
കുറച്ച് നേരം ഒരു നമ്മൾ ഹരേ കൃഷ്ണ നാരായണ നാമമൊക്കെ ജപിച്ച് അവിടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും മീൻകൂട്ടൻ്റെ കൂടെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഞാൻ മോനേട്ടൻ പൊതിയൊക്കെ ഇടാനുണ്ടായിരുന്നു, ടെക്സ്റ്റൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ മോനേട്ടൻ പൊതി ഇട്ടു, ഞാനതൊക്കെ മടക്കി നെയിം സ്ലിപ്പും പേരൊക്കെ എഴുതി അതൊക്കെ റെഡിയാക്കി. പിന്നെ അവനെ കൊണ്ട് കുറച്ച് നേരം വായിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. ഞാൻ മോഹനേട്ടനും കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. ചക്കയും ദോശയൊക്കെ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. വയറ് വേഗം ഫുള്ളായി, കാരണം ഒരു ലഡുവൊക്കെ കഴിച്ചതുകൊണ്ടേ ലഡുവൊന്നും കഴിക്കാത്തതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് അപ്പക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടോ. എന്നാലേ അടുത്ത ദിവസത്തേക്കെല്ലാം ശരിയാവണം. രാവിലെ നേരത്തെ പോകണം. മിനിക്കൂട്ടൻ 7:30 ആകുമ്പോഴേക്ക് എല്ലാം ഭക്ഷണവും ഒക്കെ റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വേഗം വേഗം ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പല്ലൊക്കെ തേക്കാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോയി. കാരണം പിന്നെ അങ്ങനെ പല്ലൊക്കെ തേച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് വന്ന് കുറച്ച് നേരം കേട്ടോ, അധികം നടന്നിട്ടൊന്നുമില്ല. നല്ല മഴ ഉണ്ടോയെന്നൊക്കെ നോക്കി ഞാൻ വന്ന് പല്ലൊക്കെ തേച്ചു, കാലൊക്കെ ഒന്ന് കഴുകി അങ്ങനെ അകത്തേക്ക് പോയി. ഗേറ്റൊക്കെ അടയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഗേറ്റ് അടച്ചു, അടുക്കളയൊക്കെ അടച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം, വൈകുന്നേരം ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരും.